3 പതിറ്റാണ്ടിലേറെയായി പ്രവാസ ലോകത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ.ആർ. രാധാകൃഷ്ണൻ മാസ്റ്റർ പടിയിറങ്ങി. പ്രവാസ ലോകത്തെ ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് വിദ്യ പകർന്നു നൽകിയതിന്റെ സംതൃപ്തിയുമായാണ് ആർ.കെ. നായരുടെ മടക്കം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അധ്യാപനത്തിന്റെ 36 വർഷങ്ങൾക്ക് വിരാമമിട്ട് ആർ.കെ. സാർ പടിയിറങ്ങി. 1979 കേരളത്തിൽ ആരംഭിച്ച അധ്യാപന ജീവിതത്തിന് UAE സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ വിരാമം. 81 നവംബർ 16 രാധാകൃഷ്ണൻ മാസ്റ്റർ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. തിരുവല്ലയിൽ നിന്ന് മറ്റെല്ലാ പ്രവാസികളെയും പോലെ ഒരുപിടി സ്വപ്നങ്ങളുമായി ദുബായിൽ പറന്നിറങ്ങിയ ചെറുപ്പക്കാരൻ. സന്ദർശക വിസയിൽ ഗൾഫ് കാണാനായിരുന്നു വരവെങ്കിലും തനിക്ക് പരിചയമുള്ള ഇഷ്ടപ്പെട്ട ജോലി ലഭിച്ചതോടെ ഇവിടെ തുടർന്നു. പിന്നീടുള്ള 37 വർഷത്തിനിടയിൽ സമ്പാദിച്ചത് 10,000 വരുന്ന ശിഷ്യഗണങ്ങൾ. ഒരു സ്വതന്ത്ര വിസയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്നതിന് ശേഷം ദുബായിലെ 2 സ്കൂളുകളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. രണ്ടിടത്തും ജോയിൻ ചെയ്യത്തക്ക സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഷാർജ ഇന്ത്യൻ സ്കൂൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ സ്നേഹമുള്ള പലരും നിർദ്ദേശിച്ചു, ഒരു പുതിയ സ്കൂളില്ലേ, ഭാവിയെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷകൾ ഉള്ള പ്രസ്ഥാനമാണ്, അതൊന്ന് നോക്കിക്കൂടെ. അങ്ങനെ ഇവിടെ വന്നു. ഞാൻ നേരത്തെ അറ്റൻഡ് ചെയ്ത് 2 ഇന്റർവ്യൂവിനേക്കാൾ മെച്ചപ്പെട്ട ശമ്പളവും കുറച്ചുകൂടെയൊക്കെ ഭാവി പ്രതീക്ഷിക്കാമെന്നുള്ള രീതി ഉള്ളതുകൊണ്ട് ഇത് തന്നെ പ്രിഫർ ചെയ്തു. അധ്യാപകൻ തൊട്ട് വിവിധ തസ്തികകളിൽ അഭിനന്ദനീയമായ സേവനങ്ങൾ കാഴ്ചവെച്ചാണ് ആർ.കെ. സാർ പ്രിൻസിപ്പൽ സ്ഥാനത്തെത്തിയത്. 7 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം 1988 സൂപ്പർവൈസറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 89 പ്രധാന അധ്യാപകനായി 19 വർഷമാണ് ഈ സ്ഥാനത്ത് തുടർന്നത്. 2008 വൈസ് പ്രിൻസിപ്പൽ, 2009 മുതൽ പ്രിൻസിപ്പൽ, നീണ്ട 9 വർഷം ഈ പദവി അലങ്കരിച്ചു. അങ്ങനെ അക്ഷര വെളിച്ചത്തിന്റെ അണയാത്ത പ്രഭയും രക്ഷിതാവിന്റെ വാത്സല്യവുമായി ഷാർജ ഇന്ത്യൻ സ്കൂളിൽ നിറഞ്ഞുനിന്ന ഗുരുനാഥൻ. എൻ്റെ ജീവിതം ഞാൻ നോക്കുമ്പോൾ രാവിലെ 6:30 സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കും. വന്ന് കാണുന്ന ആദ്യം 3.5 വയസ്സുള്ള കുട്ടിയാണ്. ഞാനൊരു 3.5 വയസ്സുകാരനായാണ്. ഏതാണ്ട് വൈകിട്ട് 6:30-7 മണി വരെ കുട്ടികളുടെ ലോകത്തിലാണ് ഞാൻ. ഇതിൽ നിന്നുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് തികച്ചും വേദനാജനകമാണ്. പക്ഷെ അതിന് ചില പുതിയ കർമ്മ പദ്ധതികളുമായിട്ടാണ് ഞാൻ ഈ സ്ഥലം വിടുന്നത്. ആർ.കെ. സാർ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ 521 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചിട്ടയായ പ്രവർത്തനവും മികച്ച ശിക്ഷണവും സ്കൂളിന്റെ പേരും പെരുമയും വളർത്തി. ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ വർദ്ധിച്ചു. വാടക വില്ലയിൽ നിന്ന് സ്കൂളിന് സ്വന്തമായി കെട്ടിടമുണ്ടായി. 37 വർഷങ്ങൾക്കിപ്പുറം 10,000-ലധികം വിദ്യാർത്ഥികളും 2 സ്കൂളുകളുമായി അത് വളർന്നു. ഈ സ്കൂളിന്റെ തുടക്കം എന്ന് പറയുന്നത് രസമാണ്. ഞാനിവിടെ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് നമ്മൾ മതിലുകളിലൊക്കെ വെക്കുന്ന ഒരു തരം ചെറിയ ഗേറ്റുണ്ട്. ആ ഗേറ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഈ സ്കൂളിനകത്തോട്ട് കയറുന്നത്. 2 ബസ്സും ഉണ്ടായിരുന്നു. ഒരു ചെറിയ വില്ലയിലായിരുന്നു. അപ്പം ഞാൻ അന്ന് 521 കുട്ടികളുണ്ട് ഞാൻ വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നേരത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സ്കൂളുകൾ നോക്കുന്നത് നല്ല നിലവാരത്തിൽ ഭയങ്കര ക്ലാസ് റൂം സ്ട്രക്ചറുമൊക്കെ ഉള്ള സ്കൂളിൽ നിന്നാണ് ഇവിടേട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ മനസ്സെക്കുറിച്ച് ഒരു കാര്യം, എനിക്ക് നിർദ്ദേശം തന്ന് എൻ്റെ അച്ഛന് തുല്യം പ്രായമുള്ള വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞ ഉദാഹരണം ഇതാണ്, ഷാർജയിൽ സ്കൂൾ തുടങ്ങുന്നതേ ഉള്ളൂ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നത് പ്രിൻസിപ്പലായിട്ടായിരിക്കാം. കുട്ടികളുടെ മനസ്സ് വായിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് ഷാർജ ഇന്ത്യൻ സ്കൂളിലെത്തുന്ന വിവിധ ദേശക്കാരായ ഓരോ അധ്യാപകനും ആർ.കെ. പകർന്നുകൊടുത്തത്. ഗൾഫിലെ ഫ്ളാറ്റ് എന്ന 4 ചുവരുകൾക്കിടയിൽ തളച്ചിടുന്ന ബാല്യത്തിന് സ്കൂളിലെ ശുദ്ധമായ വായുവിനൊപ്പം വാത്സല്യത്തിൽ അലിഞ്ഞ വിദ്യ പകർന്നു നൽകണം എന്നതായിരുന്നു നായരുടെ പക്ഷം. എന്റെ അധ്യാപകരെല്ലാവരും 2 കൈയും കുട്ടിക്കൊണ്ട് സമ്മതിക്കുന്ന ഒരു സത്യമുണ്ട്. അവർക്ക് ഞാൻ കൊടുക്കുന്ന അക്കാഡമിക് ഫ്രീഡം.
ഒരു ചട്ടക്കൂട് വരച്ചിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് അധ്യാപനം നടത്തണം എന്ന് ഇന്ന് വരെ ഞാൻ എൻ്റെ അധ്യാപകരോട് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ കാര്യം ആലോചിച്ചുള്ളൂ, നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ യു അഡോപ്റ്റ് എനി മെത്തേഡ്സ്, ഏത് സമ്പ്രദായവും സ്വീകരിച്ച് പഠിപ്പിച്ചു. നിരവധി പുതുമകൾ പഠന പാഠ്യേതര മേഖലയിൽ ഇക്കാലയളവിൽ RK കൊണ്ടുവന്നു. കുട്ടികളിൽ നവോന്മേഷം പകരാൻ ഉപകരിക്കുന്നതായിരുന്നു ഇവയൊക്കെയും. ഔദ്യോഗിക ജീവിതത്തിന് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഭാര്യ നിർമ്മല രാധാകൃഷ്ണനും തിരികെ യാത്രയിലുണ്ട്. നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കൺസൾട്ടിംഗ് സേവനം നടത്താനാണ് രാധാകൃഷ്ണൻ നായരുടെ തീരുമാനം. അങ്ങനെ 10,000-കണക്കിന് പ്രവാസി കുരുന്നുകൾക്ക് വിദ്യ പകർന്നു നൽകിയ സന്തോഷവുമായി RK സാർ മടങ്ങുകയാണ് കളിച്ചു വളർന്ന തിരുവല്ലയിലെ മണ്ണിലേക്ക്. ഈ അടുത്ത സമയത്തൊരു യാത്രയപ്പിൽ ചോദിച്ചു, എന്താണ് സാർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യാൻ പോകുന്ന കാര്യം? പറഞ്ഞ ആദ്യമായിട്ട് എൻ്റെ വസ്ത്രം ഒന്ന് മാറി നല്ല ഒന്നാം തരം ഖദർ മുണ്ടും മുറിക്കയൻ രൂപയായിട്ട് എൻ്റെ നാട്ടിലൂടെ മുണ്ടുമടക്കി കുത്തി നടക്കുക. അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതും. അതിൻ്റെ ഒരു ആകാംക്ഷയും ത്രില്ലും ഒക്കെ ഇന്ന് എൻ്റെ മുഖത്തുണ്ട്.